ജനറലായിട്ട് നമുക്ക് കിട്ടും വി ഈസ് ക്യൂ ബൈ 4πε0 ആർ എന്നൊരു ജനറൽ ഫോമിൽ നമുക്ക് കിട്ടും ഈ ആബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന്. ഇക്വിറ്റ് പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് പല പല പോയിൻറ്റ്സ് ഉണ്ട്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറിയാമല്ലോ എന്തുവാന്ന്. അപ്പം പൊട്ടൻഷ്യൽ ഈക്വലായ പല പോയിൻറ്റ്സും കാണും. പിന്നെ അതിന് വേറൊരു കാര്യം, വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ആറാണ് നമ്മളെ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ എന്തോന്നായിരുന്നു, ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ ആയിരുന്നു അല്ലേ. അപ്പം ഇവിടെ ഒരു ആർ സ്ക്വയർ, അവിടെ ഒരു ആറും മാത്രമാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ ഒരു ആറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വി പോലെ ആവില്ലേ. അപ്പം വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആർ എന്നല്ലേ അല്ലേ. അപ്പോൾ കറക്റ്റ് ആവത്തില്ലേ. അപ്പോൾ അത് ഓർക്കണം. മറ്റേ ഇ ഈസ് ഈക്വൽ എഫ് ബൈ ക്യൂ ആണ്. എഫ് ആണ് തുടക്കത്തിലുള്ള ഇക്വേഷൻ. ഈ എഫ് ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ. പിന്നെ അതിനുശേഷം വിയുടെ കാര്യമാണ് പറഞ്ഞത്. വി എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആർ എന്ന് വെച്ചാൽ ഇ ഇൻറ്റു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ റേഡിയസ് ആണെങ്കിൽ റേഡിയസ്. അപ്പോൾ അപ്പോൾ അങ്ങനെ റിലേഷനാണ്. അപ്പോൾ ആദ്യം എഫ് ആയിരുന്നു. അപ്പോൾ Q1 Q2 എന്ന സ്ഥലത്ത് ബൈ ക്യൂ ചെയ്താണ് ഇ ആയത്. പിന്നെ വി വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ആർ ആണ്. അത് ഓർക്കുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും പല ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പല സ്ഥലങ്ങളിൽ വെച്ചാൽ ഈ ഒരു ചാർജിന് ചുറ്റും പല സ്ഥലങ്ങളിൽ സെയിം ആയിട്ടിരിക്കും. ഒരു റീജിയനിൽ ഫുൾ കംപ്ലീറ്റ് സെയിം ആയിരിക്കും ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് വി അങ്ങനെ സെയിം ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ. അതായത് അപ്പോൾ ഇതിനകത്ത് കുറേ തിയറി ഒരു 5 മാർക്കിനായിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അതിൽ പറയുന്നുണ്ട് ദെയർ ക്യാൻ ബി നമ്പർ ഓഫ് പോയിൻറ്റ്സ് വിച്ച് ക്യാൻ ബി ലൊക്കേറ്റഡ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജിന് ഒരേ ഡിസ്റ്റൻസ് ഉള്ള കുറച്ച് പോയിൻറ്റ്സ്. അതായത് ഇപ്പം നമുക്ക് ഈ കണ്ട ഇത് ഇപ്പോൾ ഈ R1 ഡിസ്റ്റൻസിൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഇത്രയും സ്ഥലങ്ങളില്ലേ. അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ വി സെയിം ആയിരിക്കും. ഇവിടെ ഫുള്ളടുത്തും ഒരേ വോൾട്ടേജ് ആണ്. ഇപ്പോൾ ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെയാണ് നമ്മളിങ്ങനെ ഡോട്ടിൽ കാണിച്ചിരിക്കുന്നത്. ആ സ്ഥലങ്ങൾ മൊത്തം വി സെയിം ആയിരിക്കും. അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇമാജിനറി സർഫസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ വിച്ച് ഓൾ പോയിൻറ്റ്സ് ഓഫ് സർഫസ് ആർ ഓൺ സെയിം പൊട്ടൻഷ്യലാണ്. അപ്പോൾ അത് പിന്നെ വി ഈസ് ക്യൂ ബൈ 4πε0 ആർ ആയത് കാരണത്താൽ പിന്നെ ഈ കഥകളൊക്കെ അങ്ങ് വായിച്ചേക്കണം. വി ഈസ് ക്യൂ ബൈ 4πε0 ആർ ആവാൻ കാരണത്താൽ വി ഈസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. വി പ്രൊപ്പോർഷണൽ ടു 1/r ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പം വി കൂടുമ്പം ആറ് കുറയും അല്ലേ. അപ്പം ആറ് കൂടുന്തോറും എന്ത് പറ്റും, വി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആറ് കൂടുന്നതനുസരിച്ച് വിയുടെ വാല്യൂ കുറയും. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വി ഉള്ളത്. ഇവിടെ റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ് ഒറിജിനൽ നോക്കുമ്പോൾ. ഇവിടെയാണ് നമ്മളെ ചാർജ് ഇരിക്കുന്നത്, ഇവിടെയാണ് നമ്മളെ ഫ്ലക്സ് ലൈൻസ്. അപ്പം ഏറ്റവും കൂടിയ വി ഇവിടെ ആയിരിക്കും. പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് കുറയും. അങ്ങനെയാണ് പോണത്. അതനുസരിച്ചാണെങ്കിൽ നമ്മൾ ആറ് ഏറ്റവും കൂടുതൽ അറ്റത്തുള്ളതിനായിരിക്കും. അപ്പം V1 ഗ്രേറ്റർ ദാൻ V2 ഗ്രേറ്റർ ദാൻ V3. V1 അകത്തുള്ളതാണേ, അങ്ങനെയാണ് വരുന്നത്. അപ്പം ആസ് മൂവ് എവേ ഫ്രം ദ ചാർജ് it can note that V is inversely proportional to distance are thus V1 at equipotential surface at R is equal to R1 is the highest and it is decreasing. ഇത് തിയറിയാണ്, വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ആസ് വി മൂവ് എവേ ഫ്രം ദ ചാർജ് ദ E decreases, hence potential of equipotential surface goes on decreasing, while potential of equipotential surfaces goes on increasing as we move against the direction of electric field. അപ്പം ഈ ലൈൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ നമ്മളിപ്പം അടുത്തോട്ട് വരുന്തോറും ആസ് വി മൂവ് എവേ ഫ്രം എവേയിലോട്ട് പുറത്തോട്ട് പോകുന്തോറും ഈ കുറയുകയാണ് ചെയ്യുന്നത്. ഈ കുറയുകയാണ് ചെയ്യുന്നത്. ഹെൻസ് പൊട്ടൻഷ്യൽ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഗോസ് ഓൺ ഡിക്രീസ്. അപ്പം ചാർജിന് ഒരുപാട് ബാക്കിലോട്ട് പോകുന്നതാണ് പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അടുത്തോട്ട് വരുമ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ. വൈൽ ദ പൊട്ടൻഷ്യൽ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് വി മൂവ് എഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇതാണ്, ഇങ്ങനെയാണല്ലോ. ഫ്ലക്സ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങനെയാണ് ഡയറക്ഷൻ ചുറ്റും. അപ്പോൾ നമ്മളുടെ ഇവിടെയാണെങ്കിൽ കറക്റ്റായിട്ട് എന്തുവാ ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പോകണം. അപ്പം നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഒപ്പോസ് ചെയ്യണല്ലേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഈക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ. അപ്പം ഈക്ക് എഗെയിൻസ്റ്റ് കൂടുതൽ പോകുന്നത് കണ്ട ഈ R1 ആണ് അല്ലേ. ഒരുപാട് ചെയ്യേണ്ടി വരും ഈ സ്ഥലത്ത്. ഈ ചാർജിന് ഇവിടെ വല്ല ചാർജിന് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അതൊന്നും വേണ്ട, ഒരു ഏകദേശം ഒരു 5 മാർക്കിന് എഴുതിയാൽ മതി. പിന്നെ ഈ പെർപെൻഡിക്കുലർ ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊന്നും വേണമെന്നില്ല. ഒരു 5 മാർക്കിന് ഇത് എഴുതിയാൽ മതി, കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട.